കൊച്ചിയുടെ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റ് നമ്മുടെ ശോഭ മറീന വൺ. അതിനെക്കുറിച്ച് അറിയാൻ ഒത്തിരി ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുകന്യ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സുകന്യ, ഒത്തിരി ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. ദയവായി അവർക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ ഈ മറീന വണ്ണിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായും. ശോഭ മറീന വൺ ഇന്നിപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഒരു സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ്. കൊച്ചി മറൈൻ ഡ്രൈവിലെ ഏറ്റവും ലാർജസ്റ്റ് വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്ക് പറയാം മറീന വൺ. മറീന വൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16.7 ഏക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 12 ടവേഴ്സാണ്. 12 ടവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ടൊരു 5 ഏക്കറിൽ നമ്മളൊരു ഓപ്പൺ സ്പേസ് കൊടുക്കുന്നുണ്ട്. 5 ഏക്കർ പോഡിയം തന്നെയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ഏക്കറിലാണ് നമ്മുടെ ഔട്ട്ഡോർ അമ്യൂണിറ്റീസ് എല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 47,000 സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ഒരു എൻറ്റയർ ഒരു ക്ലബ് ഹൗസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 47,000 സ്ക്വയർ ഫീറ്റ്. യെസ്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഒത്തിരി അമ്യൂണിറ്റീസുകളുണ്ട്. എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിലും കേരളത്തിലെ ഒരു പ്രോജക്റ്റിലും ഇന്നേ വരെ കൊടുക്കാത്ത ഒരു 50 സീറ്ററിൻ്റെ ഒരു മിനി തിയേറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൽ. പിന്നെ നമുക്കൊരു 500 to 600 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ രീതിയിലുള്ള ഒരു പാർട്ടി ഹാൾ, ഒരു മൾട്ടി പർപ്പസ് ഹാൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് സലൂൺ ഉണ്ട്, മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി അമ്യൂണിറ്റീസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ക്ലബ് ഹൗസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ക്ലബ് ഹൗസ്, ഒരു റെസിഡൻഷ്യൽ ക്ലബ് ഹൗസ് കേരളത്തിൽ വേറെ ഒരാളും ഒരു ബിൽഡറും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ശരിക്കും ഒരു കൊച്ചു ടൗൺഷിപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രൊജക്ടിന്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണെന്ന് നമുക്ക് 100% നമുക്ക് പറയാം. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മളെല്ലാം കാത്തിരുന്ന വലിയ ഇൻഫർമേഷനാണ് വന്നിരിക്കുന്നത്. ഒരാൾ ഇത് വാങ്ങിക്കാൻ വരുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. ഇപ്പോൾ മെറീന വണ്ണിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2200 സ്ക്വയർ ഫീറ്റ് തൊട്ട് 3700 സ്ക്വയർ ഫീറ്റ് വരെ പല സൈസിലായിട്ട് നമുക്ക് 3 BHKയും 4 BHKയും ഉണ്ട്. പല ടൈപ്പിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഫുള്ളി വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പാർഷ്യൽ വാട്ടർ വ്യൂ ഉള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇറ്റ്സ് ഓൾ അക്കോർഡിംഗ് ടു ദ കസ്റ്റമറിന് എന്താണോ വേണ്ടത് ആ രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെസിഫിക്കേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2500 2200 സ്ക്വയർ ഫീറ്റുകളിലുള്ള 3 BHK പ്ലസ് സ്റ്റഡി പ്ലസ് മെയ്ഡ് എന്നുള്ളൊരു കോൺഫിഗറേഷൻ വരുന്നുണ്ട്. 3000 and 3000 പ്ലസ് സ്ക്വയർ ഫീറ്റ് സൈസിലുള്ള 4 BHK അപ്പാർട്ട്മെൻറ്റ്സും നമുക്ക് അവൈലബിൾ ഉണ്ട്. അങ്ങനെ 3 BHKയും 4 BHK ആണ് മെയിൻലി നമ്മളിതിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എല്ലാവരുടെയും ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ് ഇത്രയും ഒരു 5 കോടി അല്ലെങ്കിൽ ഒരു 4 കോടി ഒരു 3 കോടി കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്രൗഡ് ആരാണ്, പുറത്തുനിന്നുള്ളവരാണ്? ഒത്തിരി ഡൗട്ടുകൾ വരാറുണ്ട്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും പറയാം, കൊച്ചിയിലുള്ള ക്രൗഡ് തന്നെ ഒരു അപ്ഗ്രേഡേഷൻ നോക്കി വരുന്ന ആളുകൾ നമുക്കുണ്ട്. നമുക്ക് സീനിയർ ഡോക്ടേഴ്സ് ഇതിൽ അവൈലബിൾ ഉണ്ട്, ബിസിനസ് പീപ്പിൾ ഉണ്ട്. ഒരു സാധാരണ ഒരു ഫ്ലാറ്റ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങും കൂടെയാണ് ഇതിൽ കൂടെ കൊടുക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻട്രസ്റ്റിംഗ്. ഒത്തിരി ആൾക്കാർ വിദേശത്തിന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൊച്ചിയിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഒരു ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സുകന്യ, ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ആളുകൾ അത് എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണോ അതോ അവർക്ക് എൻഡ് യൂസ് ആയിട്ടാണോ? എന്താണ് അവരുടെ ഒരു എയിം എന്തായിരിക്കും? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകളും വിചാരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ വിളിച്ചിട്ട് സർ ഫ്ലാറ്റ് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല എന്ന് പറയും. പക്ഷേ വൺസ് അവർ വന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും പറയും, സുകന്യ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ എൻഡ് യൂസിന് ഇത് കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരും തന്നെ ഫ്ലാറ്റ് ഇല്ലാത്തവരോ വീടില്ലാത്തവരോ അല്ല. എവ്രിബഡി ഹാവ് 2-3 ഫ്ലാറ്റ്സ്, വലിയ വീട് പറമ്പൊക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷേ ഇതെടുക്കുന്നതിൻ്റെ റീസൺ ഒന്നാമത് സെക്യൂരിറ്റി. എൻഡ് യൂസിനാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി. ഇപ്പോൾ വീട്ടിൽ വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ അതിലാകെ 2 പേരേ ഉണ്ടാവുള്ളൂ, മക്കളാരും ഇവിടെ ഉണ്ടാവില്ല, പുറത്താണ്. അപ്പം അങ്ങനെയുള്ളവരൊരു സെക്യൂരിറ്റി നോക്കിയിട്ട് ഒരു എൻഡ് യൂസിനായിട്ടാണ് എടുക്കുന്നത്. പിന്നെ അവർക്ക് ഇതിനുള്ളിൽ തന്നെ എല്ലാ അമ്യൂണിറ്റീസും കൂടെ ഒരു നല്ല കമ്മ്യൂണിറ്റിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമായി തോന്നിയിട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻഡ് യൂസേഴ്സ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഫ്ലാറ്റിൽ നമ്മൾ ഇടുമ്പോൾ എല്ലാവരും പറയും ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമുക്കതിൻ്റെ വില കിട്ടുമോ? പക്ഷേ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളൊരു 2017-18 ഒരു 3 BHK അല്ലെങ്കിൽ ഒരു 4 BHK അപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു 85 lakhs 90 lakhs കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി ഒരു 3 BHK 4 BHK കിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു 2026 ആയി നിൽക്കുമ്പോഴത്തേനും നിങ്ങളൊരു 3 BHK ഫ്ലാറ്റിൻ്റെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1.5 ആണ്. അപ്പോൾ ഫ്ലാറ്റിന് ഒരിക്കലും ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ശോഭേൻ്റെ എല്ലാ പ്രോജക്റ്റ് എടുത്ത് നോക്കിയാലും ഫ്ലാറ്റിന് എപ്പോഴും ഒരു അപ്രിസിയേഷൻ ഉണ്ട്, ശോഭേൻ്റെ എസ്പെഷ്യലി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 60% സെയിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ ഒരു 60% വിറ്റ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് ഹൈ ആവുകയാണ്. റെഡി ടു ഓക്യുപ്പൈ എന്നുള്ളൊരു സമയമാവുമ്പോഴത്തേനും ഇതിൻ്റെ പ്രൈസ് കയറി ഞങ്ങളുടെ കയ്യിൽ അവൈലബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുവാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിൽ നോക്കുന്ന ഒരാൾക്ക് സാർ ഇപ്പോൾ ഒരു ലോഞ്ചിങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീഷൻ സ്റ്റേജ് ആകുമ്പോഴത്തേനും നല്ലൊരു അപ്രിസിയേഷൻ കിട്ടും. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു എൻറ്റ്യൂസിനും പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സാക്റ്റ് ഒരു ഓപ്ഷനാണ്. ഒരു 100% ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു പെർഫെക്റ്റ് പ്രോജക്റ്റാണെന്ന് നമുക്ക് എന്തായാലും എടുത്ത് പറയാം. നമ്മളിപ്പോൾ ഒരു 2018 ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത്. അന്ന് ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഭൂമി പൂജ അങ്ങനെയാണ് ആ ഒരു സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2026 എത്തി നോക്കുമ്പോഴത്തേനും നമ്മളൊരു 4 ടവറിൽ ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ താമസം തുടങ്ങി. ക്ലബ് ഹൗസ് ഫുള്ളി ഫങ്ഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ പോഡിയം ഒരു 30% അല്ലെങ്കിൽ 25% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. നമ്മളുടെ 8 ടവർ ഓപ്പൺ ആയി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടുമാണ്. 9ഉം 10ഉം ഇപ്പോൾ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ സ്റ്റേജിലുള്ളതും നമ്മളിപ്പം സെയിലിന് അവൈലബിലിറ്റി ഉള്ളതും. അപ്പോൾ ഇനി ലാസ്റ്റുള്ള 2 ടവറാണ് ഈ കമ്മിങ് ഒരു നെക്സ്റ്റ് മന്ത് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ടിരിക്കുന്നത്. ആ ഒരു 2 ടവറിൻ്റെ ലോഞ്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറീന വണ്ണിൽ ഒരു ലോഞ്ച് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സ്വപ്നം അവിടെ അവസാനിക്കുകയാണ്. കാരണം നമ്മൾ പലപ്പോഴും പല കസ്റ്റമറിനെ വിളിക്കുമ്പം നെക്സ്റ്റ് ടവർ ആവട്ടെ, അടുത്ത ടവർ ആവട്ടെ, നമ്മൾ ഉറപ്പായിട്ടും ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പലർക്കും ഒരു ഡ്രീമാണ് ഇതിൽ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 ടവറിൻ്റെയും കൂടെ ഒരു ലോഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറീന വണ്ണിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മറീന വണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സ്വപ്നം. So this is the right time to invest. എക്സാക്ട്ലി. അടുത്ത ഇനി ആരെങ്കിലും മെറീന വണ്ണിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 2 ടവറും കൂടിയേ നമുക്കുള്ളൂ ഓപ്ഷനായിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആഗ്രഹങ്ങളുള്ളവരാണ് ഒത്തിരി. കാരണം കൊച്ചിയിലെ ഒരു പ്രീമിയം ലെവലിലൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റൊക്കെ സ്വന്തമാക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആഗ്രഹമാണ്. അത് റൈറ്റ് പ്ലേസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സുകന്യ പറഞ്ഞ കാര്യങ്ങൾ വേറൊരു കാര്യം കൂടിയുണ്ട്. 4 BHKs നമുക്ക് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ്ലി എല്ലാം സോൾഡ് ഔട്ട് ആണ്. ഇനി വരാൻ പോകുന്ന 2 ടവറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടവറിൽ മാത്രമേ 4 BHKs അവൈലബിൾ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഒരു 3 BHK പ്ലസ് സ്റ്റഡി പ്ലസ് മെയ്ഡ് ആയിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. സുകന്യ, കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണിത്. ഇപ്പോൾ ഞാനും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എനിക്കറിയാം വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട്, ഈവൻ കണ്ടെയ്നർ ടെർമിനലുണ്ട്, ഈവൻ ഹയാത്ത് അടുത്തുണ്ട്. ഓൾ ദ ഫെസിലിറ്റീസ് ആർ നിയർ ബൈ. ഈ ശോഭ എന്തുകൊണ്ടാണ് ഈ പ്ലേസ് തന്നെ തിരഞ്ഞെടുത്തത്? ഇതുകൊണ്ടായിരിക്കുമോ? ഇത്രയും ഫെസിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും? ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശോഭ എപ്പോഴും ലൊക്കേഷനിൽ ഭയങ്കര സ്പെസിഫൈഡ് ആണ്. എന്നുവെച്ചാൽ ഒരു ലൊക്കേഷൻ എടുക്കുമ്പം അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കിയിട്ടാണ് ശോഭ എപ്പോഴും ലൊക്കേഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആസ്പിറേഷണൽ പ്രോഡക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വേണം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതല്ല. ദേ ആർ ലുക്കിംഗ് ഒരു ലൊക്കേഷൻ ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും. എനിക്ക് മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റ് വേണം. എന്തുകൊണ്ടാണ് ആളുകൾ മുംബൈ മറൈൻ ഡ്രൈവിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത്? ആ ഒരു സിമിലർ വേർഷൻ തന്നെയാണ് എല്ലാവരുടെയും ഡ്രീമാണ്. ഇപ്പോൾ എൻ്റെ ഡ്രീമായിരിക്കും, താങ്കളുടെ ഡ്രീമായിരിക്കും മറൈൻ ഡ്രൈവിൽ ഒരു വാട്ടർ ഫ്രണ്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുക. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ്, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു മോർണിംഗ്, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും മറൈൻ ഡ്രൈവ് ചൂസ് ചെയ്യുന്നത്. ഇതൊരു ആസ്പിറേഷണൽ പ്രോഡക്റ്റ് തന്നെയാണ്. എല്ലാവരുടെയും ഡ്രീം ഒരു വാട്ടർ ഫ്രണ്ട് പ്രോജക്റ്റാണ്. അതിനെ പറ്റിയൊരു ബെസ്റ്റ് പ്രോജക്റ്റ് തന്നെയാണ് ശോഭ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ശോഭയുടെ കൺസ്ട്രക്ഷൻ മെത്തേഡ് വളരെ വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റും? ആക്ച്വലി നമ്മുടെ കൺസ്ട്രക്ഷൻ മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ മൈവാൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഷട്ടേഴ്സ് കണക്ട് ചെയ്ത് നമുക്ക് പാനൽസ് ചെയ്തതിന് ശേഷം അതിലേക്ക് കോൺക്രീറ്റ് മിക്സർ നിറച്ച് അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു മൈവാൻ ടെക്നോളജി എന്ന് ആർക്ക് വേണമെങ്കിലും ഒരു നെറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഒരു ഫാസ്റ്റ് വേ ഓഫ് കൺസ്ട്രക്ഷനാണ്.
അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ഹാൻഡിങ് ഓവറിലോ അതിലൊന്നും ഡിലേ വരില്ല ബൈ വാൻ ടെക്നോളജി. പക്ഷേ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് സർ നമ്മൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്, നമ്മുടെ ക്വാളിറ്റി ഇങ്ങനെയാണെന്ന് പറയും. പക്ഷേ പല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളിത് ആൻസർ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മളോട് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല, ഞങ്ങൾക്ക് അതിൽ ഡൗട്ടേ ഇല്ല സുകന്യ. ഓൺലി തിങ് ഞങ്ങളുടെ റിക്വയർമെൻറ്റുമായിട്ട് മാച്ച് ആവണം. ഇപ്പോൾ 3 BHK വേണമെന്ന് പറയുമ്പോൾ 3 BHK ഫുള്ളി വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം, 4 BHK ഇത്ര സ്ക്വയർ ഫീറ്റിലുള്ള അപ്പാർട്ട്മെൻറ്റ് കിട്ടണം. അത് മാത്രമാണ് നമ്മൾക്ക് കസ്റ്റമറിനെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും കമ്മ്യൂണിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും അമ്യൂണിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും തന്നെ നമുക്ക് കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ കൺസ്ട്രക്ഷൻ്റെ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് വേറെ ബിൽഡർക്കൊന്നും ഇല്ലാത്തൊരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം നമ്മളുടെ തന്നെ ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്തിന് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ നമുക്ക് പറഞ്ഞ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ ഷോർട്ടേജ് ഒന്നും ഇല്ല, ഓൺ ടൈമിൽ തന്നെ കാര്യങ്ങൾ നടത്തി പറഞ്ഞ സമയത്തിന് നമ്മൾ ഫ്ലാറ്റ് ഡെലിവറി ചെയ്യും. അതാണ് എനിക്ക് മനസ്സിലായത്. റിയലി ഗുഡ്. അതാണ് ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സമയത്ത് ഒരു ഫ്ലാറ്റ് തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ സ്വന്തം ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശോഭക്ക് സമയത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തെടുക്കാൻ പറ്റും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് റൈറ്റായിട്ട് തന്നെ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടും. ദാറ്റ്സ് റിയലി ഗുഡ്. ഇതിപ്പോൾ 2026 ആയി. ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ പ്രൊജക്ട് എന്നായിരിക്കും ഫൈനലി കംപ്ലീറ്റ് ആവുക, നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും? അതെല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 2031 ആകുമ്പോഴത്തേനും നമ്മൾ ഈ പ്രോജക്റ്റ് എക്സിറ്റ് ചെയ്യും. ഓക്കെ. നമ്മളൊരു 2018 ഇത് തുടങ്ങിയത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 ടവറിൽ റെസിഡൻസ് താമസിക്കുന്നുണ്ട്. അത് കൂടാതെ 8 ടവറും കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ്. 9ഉം 10ഉം ആണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 4 BHK കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ്. 3 BHK പ്ലസ് സ്റ്റഡി പ്ലസ് മെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 2 ടവറും കൂടെ ഓപ്പൺ ചെയ്യാനുണ്ട്. അത് നമ്മുടെ മറീന വണ്ണിലെ ഏറ്റവും ലാസ്റ്റ് 2 ടവേഴ്സാണ്. ഇപ്പോൾ അത് അടുത്ത മാസമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലോഞ്ച്. അപ്പോൾ അതിൽ നമുക്ക് 4 BHKs അവൈലബിൾ ഉണ്ടാവും. 2 ടവർ ഉണ്ടെങ്കിലും ഒരു ടവറിൽ മാത്രമായിരിക്കും 4 BHKs അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. 3 BHKൻ്റെയും 4 BHKൻ്റെയും ഇപ്പോൾ ഉള്ള ടവേഴ്സിലുള്ള സെയിം കോമ്പിനേഷൻ തന്നെയായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. നമുക്കിതിൽ തന്നെ ഇപ്പോൾ സിമിലർ ടവേഴ്സ് പോലെ തന്നെ ആയിരിക്കും 2 ടവർ ലോഞ്ച് ചെയ്യുന്നത്. 3 BHKൻ്റെയും 4 BHKൻ്റെയും ഒരു കോമ്പിനേഷൻ തന്നെയായിരിക്കും ഇനി കമ്മിങ് ടവേഴ്സിലും നമുക്ക് ഉണ്ടാവും. ദാറ്റ്സ് ഗ്രേറ്റ്. ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾക്ക് കൊച്ചിയിലൊരു പ്രീമിയം ഫ്ലാറ്റ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്ലേസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സുകന്യയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സുകന്യ, ഇവിടുത്തെ ഈ ഫെസിലിറ്റീസൊക്കെ ഒന്ന് കാണിച്ചു തരാമോ? ഓ ഡെഫിനറ്റ്ലി. നമുക്കിവിടെ ഫെസിലിറ്റീസ് ഒന്ന് നടന്നു കാണാം. ഇത് നമ്മുടെ കിഡ്സ് പൂളാണ്. അപ്പോൾ കിഡ്സ് പൂൾ തന്നെ നമ്മളൊരു വേവ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 50 മീറ്ററിൻ്റെ ഒരു ലാപ്പ് പൂൾ വരുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ പോഡിയം.
ഇത് ആക്ച്വലി ഒരു 20% റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഈ പോഡിയം എന്ന് പറയുമ്പോൾ തന്നെ ഇത് കിഡ്സ് പൂളാണ് വരുന്നത്. അപ്പോൾ ഇത് കിഡ്സ് പൂൾ തന്നെയാണ്, അങ്ങോട്ടേക്ക് കുറച്ചും കൂടെ ഒരു ഡെപ്ത് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടവർ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ 2 ടവർ ഇതാണ്. N1 N2 ആളുകൾ താമസിക്കുന്നുണ്ട്. N2 and that is N3. N1 ആണ് അണ്ടർ കൺസ്ട്രക്ഷനിലുള്ളത്. N1, N2, N3. N2 3 ആണ് താമസമുള്ളത്. E4 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് അത് അവിടെ താമസിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഒട്ടും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ബാരിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക്. ഇപ്പോൾ നമ്മളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലെ ടവറായിട്ടുള്ള N1 എന്ന് പറഞ്ഞ ടവറാണ്. ഈ N1, N2, N3 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും 4 BHK അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ടവേഴ്സ്. ഇപ്പോൾ നോർത്തേൺ സൈഡിൽ വരുന്ന ടവർ ആയതുകൊണ്ടാണ് നമ്മളിതിന് N1, N2, N3 എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിൽ എല്ലാ നെയിമിങ്ങും അതുപോലെ തന്നെയാണ്. സൗത്തിൽ നമ്മൾ S12, S11 അങ്ങനെയാണ്. ഇപ്പോൾ ഈസ്റ്റിലാവുമ്പോൾ E4, E5, E6 നമുക്ക് ക്ലബ് ഹൗസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെയർസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പോഡിയം കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റെയർ ആണ്. ഇതിപ്പോൾ P1, P2 ആണ് കാർ പാർക്കിംഗ്. ഇതിപ്പോൾ ഒത്തിരി സ്പേസസ് ഉണ്ട്. ഇതിൽ ചെറിയ ചെറിയ മീറ്റിംഗ് ടേബിൾസ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഒഫീഷ്യലി കാണാൻ വരുന്നവരെ നമുക്ക് ഇത് ചെയ്യാം. ഇപ്പോൾ ഈവനിങ്സ് നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് പൂൾ ടേബിൾ, വി ക്യാൻ സ്പെൻഡ് അവർ ഈവനിങ്. അതാണ് ഈ ഒരു റിയലി ബ്യൂട്ടിഫുൾ, നൈസ് മെയ്ഡ് അല്ലേ? ഇലാഗോയുടെ ഒരു പ്രസ്റ്റീജ് ചാനൽ പാർട്ട്ണറാണ് ശോഭ. ശോഭയും പൂവങ്കരയും കൂടിയുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് മറീന വൺ എന്നുള്ള പ്രോജക്റ്റ്. കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് മറീന വൺ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു സുകന്യ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നത്. ലോകത്തുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഇലാഗോ വഴി കോൺടാക്ട് ചെയ്യാം. ഇലാഗോൻ്റെ ടീം റെഡിയാണ്. കസ്റ്റമേഴ്സിന് യൂസർ ഫ്രണ്ട്ലി ആകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.